കൂടുതൽ വാർത്തകളിലേക്കാണ്. BJP പാർട്ടി പുനഃസംഘടനയിൽ അമർഷം പുകയുകയാണ്. മുരളീധര സുരേന്ദ്ര പക്ഷങ്ങളെ വെട്ടിയൊതുക്കി എന്നതിനപ്പുറം പാർട്ടിയിലെ സാമുദായിക സമവാക്യം തകർത്തെന്നാണ് ആക്ഷേപം. പുതിയ ഭാരവാഹി പട്ടികയിൽ 4 പേർ മാത്രമാണ് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ളത്. നടപടിക്കെതിരെ നേതാക്കൾ ഉടൻ കേന്ദ്രത്തിന് പരാതി നൽകും. അതേസമയം BJP പോഷക സംഘടനകളിൽ നിന്നും ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കും. നിലവിൽ സുരേന്ദ്ര മുരളീധര പക്ഷത്തുള്ള മുഴുവൻ ആളുകളെയും മാറ്റിയാകും യുവമോർച്ച, മഹിളാ മോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പ്രസാദ് ഉടുമ്പശ്ശേരി. ഈ നിരത്തൽ പോഷക സംഘടനയിലേക്കും യുവമോർച്ച, മഹിളാ മോർച്ച, ന്യൂനപക്ഷ മോർച്ച, പട്ടികജാതി മോർച്ച ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളിലേക്കും നീളും എന്നുള്ളതാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? മാത്രമല്ല, ഇപ്പോൾ ഒരു വിഭാഗത്തിന്റെ ആളുകളെ മാത്രം വെട്ടിനിരത്തി എന്ന പരാതി കേന്ദ്രത്തിൽ സ്റ്റാൻഡ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണോ സാമുദായിക സമവാക്യം തകർത്തെന്ന ആക്ഷേപം ഉയർന്നു വരുന്നത്? അല്ലെങ്കിൽ ഈ പരാതിയുടെ ജെന്യൂനിറ്റി എത്രത്തോളമാണ്? ഭൂരിഭാഗം ആളുകളെയും മാറ്റി നിർത്തി എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ, ഇപ്പോൾ വനിതാ നേതാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ VT രമ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും പുതിയ നേതൃത്വം നൽകിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷേ കേന്ദ്രത്തിനെ സമീപിക്കുക, നേരത്തെ ബില്ലിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു കാരണവശാലും ഞങ്ങളോടൊപ്പം നിന്ന ആളുകളെ അവഗണിച്ചു അല്ലെങ്കിൽ വെട്ടിമാറ്റി എന്നുള്ള രീതിയിലല്ല. ഇതിനകത്ത് വന്നിട്ടുള്ള സാമുദായിക പരിഗണന, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ചില നിർദ്ദേശങ്ങൾ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതായിരുന്നു, പരിഗണന കൊടുക്കണം എന്നുള്ളതായിരുന്നു. അത്തരത്തിലൊന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സമുദായ സമവാക്യം പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ, പ്രത്യേകിച്ച് നായർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൂടുതൽ കമ്മിറ്റിയിലേക്ക് വരുന്നു. മറ്റ് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്കൊന്നും തന്നെ അർഹമായ പരിഗണന നൽകാൻ പുതിയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം അത് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് K. സുരേന്ദ്രനും അതോടൊപ്പം തന്നെ മുരളീധര പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നത്.